നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഓരോ ദിവസവും ഒരു പ്രോഡക്റ്റ് എന്ന നിലയിൽ നിരവധി പ്രോഡക്റ്റുകളാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. എന്നാൽ അത്തരം നിങ്ങളെ ഇതുവരെ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റുകളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ പരിചയപ്പെടാത്ത ഒരു പ്രോഡക്റ്റാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നുമല്ല, ഒരു ലേസർ ജെറ്റ് ടാങ്ക് പ്രിൻ്ററാണ്. അപ്പോൾ ഈ ഒരു പ്രിൻ്റർ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ്. വാങ്ങിയപ്പോൾ എന്ത് വാങ്ങിയാലും അത് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു ലേസർ ജെറ്റ് പ്രിൻ്ററിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രിൻ്റർ നിങ്ങളെ പരിചയപ്പെടുന്നത്. മാത്രമല്ല HP എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റ് ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എനിവേ, സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഈ ഒരു പ്രിൻ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ലേസർ ജെറ്റ് ടാങ്ക് MFP 1005W എന്നാണ്. അപ്പോൾ ഈ ഒരു പ്രിൻ്ററിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ ഇങ്ക് ജെറ്റിൻ്റെ ടാങ്ക് ടൈപ്പ് പ്രിൻ്റർ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ ലേസറിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ലേസർ ജെറ്റ് ടാങ്ക് പ്രിൻ്റർ വരുന്നത്. അതാണ് ഈ ഒരു പ്രിൻ്ററിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രിൻ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒരു പേജ് പ്രിൻ്റ് ചെയ്യുന്നതിന് വെറും 29 പൈസ മാത്രമേ നമുക്ക് ഇതിനകത്ത് ചിലവാകൂ എന്നുള്ളതാണ്. ഇത് വെറും ഒരു പ്രിൻ്റർ മാത്രമല്ല, ഇതൊരു 3-in-1 ആണ്. ഇതൊരു പ്രിൻ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഒരു ഫോട്ടോ കോപ്പിയർ മെഷീനായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ഒരു സ്കാനറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 ഫംഗ്ഷനാലിറ്റിയും ഈ ഒരു പ്രിൻ്ററിനകത്ത് ഉണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. ഇനി ഇതിൻ്റെ ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് സൈസാണ് ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. നമുക്ക് ഓഫീസ് ആവശ്യത്തിനായാലും വീട്ടാവശ്യത്തിനായാലും ഈവൻ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് ആണെങ്കിൽ പോലും നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് ഒന്നും ഇത് കവർന്നെടുക്കുന്നില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ബട്ടൺസ് ഉണ്ട്. ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ ആദ്യം തന്നെ നമുക്കിവിടെ കാണാം. അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, എത്ര കോപ്പി പ്രിൻറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ നമ്പർ ഓഫ് കോപ്പീസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള 2 ബട്ടൺ കാണാം. ഇവിടെ ഇതിൻ്റെ നമ്മൾ ആ പ്രിൻറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഷാർപ്പ്നെസ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ബട്ടണാണ് ഈ കാണുന്നത്. അതുപോലെ ഇത് ഫോട്ടോ കോപ്പി ചെയ്യുന്നതിനുള്ള ബട്ടൺ, അതുപോലെ ഇത് ID കാർഡ് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ളൊരു ബട്ടണാണ്. ID കാർഡ് എന്ന് പറയുമ്പോൾ 2 സൈഡും വരും അല്ലേ, ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിംഗ് ആണ്, 2 സൈഡും വരുന്നതാണ്. അപ്പോൾ അത്തരം 2 സൈഡിലും പ്രിൻറ്റ് ചെയ്യുന്നതിന് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് പ്രിൻറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു പ്രിൻ്റർ വേണമെങ്കിൽ നമുക്ക് പവർ ഓഫ് ചെയ്യുന്നതിനും ഓൺ ചെയ്യുന്നതിനുള്ള ബട്ടണൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം നമുക്ക് ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ട് ഈ ഒരു ഭാഗത്ത് പേപ്പറും മറ്റ് ഡോക്യുമെൻറ്റുകളൊക്കെ വെച്ചുകൊണ്ടാണ് നമുക്ക് സ്കാൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് സ്കാനറായിട്ടും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ ഇതിൻ്റെ ഏറ്റവും അടിയിൽ വീണ്ടും ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ ടോണർ നമുക്ക് കാണാം. അപ്പോൾ ഈ ടോണർ നമുക്ക് തന്നെ റീഫിൽ ചെയ്യാൻ സാധിക്കും. HP അവകാശപ്പെടുന്നത് വെറും 15 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ടോണർ റീഫില്ല് ചെയ്യാം എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമുക്ക് വളരെ നിഷ്പ്രയാസം വെറും 15 സെക്കൻഡ് കൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു ടോണർ റീഫിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. അപ്പോൾ 2 ടൈപ്പ് ടോണർ നമുക്ക് ഇതിനകത്ത് മേടിക്കാൻ പറ്റും. ഇപ്പോൾ 5000 പേജ് വരെ ഫുൾ റീഫില്ലിങ്ങിൽ പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ടോണറുണ്ട്. അതുപോലെ 2500 പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന ടോണറും ഉണ്ട്. അപ്പോൾ ഇത് വില വ്യത്യാസം വരും. ആ രീതിയിൽ 2 ടൈപ്പ് ടോണർ ഈ ഒരു ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ വാങ്ങുമ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കിടക്കുന്ന ടോണർ എന്ന് പറയുന്നത് 5000 പ്രിൻ്റ് വരെ പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ടോണറാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വെറും 29 പൈസ മാത്രമേ ആ ടോണറിൻ്റെ വില വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഒരു പേജിന് പ്രിൻറ്റിന് ആകുന്നുള്ളൂ എന്നുള്ളതും പ്രത്യേകതയാണ്. ഓർക്കുക, ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്ററാണ്, കളർ പ്രിൻ്റർ അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. ഈ ഒരു പ്രിൻ്ററിൻ്റെ മറ്റൊരു ഞാൻ കണ്ടൊരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ടൊന്നും കണക്ട് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്രിൻ്റർ വെച്ച് ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമ്മുടെ കമ്പ്യൂട്ടറും പ്രിൻ്ററും ഇരിക്കുന്ന സ്ഥലത്ത് വൈഫൈ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലും സെയിം വൈഫൈ, ഈ പ്രിൻ്ററിലും വൈഫൈ കണക്ട് ചെയ്താൽ വയർലെസ്ലി നമുക്ക് ആ കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് പ്രിൻ്റ് കമാൻഡ് കൊടുത്തുകൊണ്ട് ഇത് വർക്ക് ചെയ്യാം. അപ്പോൾ വയർലെസ്ലി വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കും. മാത്രമല്ല, നമ്മളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ആ മൊബൈൽ ഫോണിൽ HP സ്മാർട്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നാൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് പോലും പ്രിൻ്റ് വിടാൻ സാധിക്കും. ഇപ്പോൾ കൂടുതലും ഇല്ലേ, കമ്പ്യൂട്ടറുകളേക്കാൾ കൂടുതൽ മൊബൈലുകൾ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു HP സ്മാർട്ട് ആപ്പ് ഭയങ്കര യൂസ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മുടെ മൊബൈലിലുള്ള ഡോക്യുമെൻറ്റുകൾ നമുക്ക് മെയിലൊക്കെ വരുന്നത്, നമുക്ക് ഡോക്യുമെൻറ്റുകളൊക്കെ നമുക്ക് മൊബൈലിൽ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ മൊബൈലിൽ നിന്നുകൊണ്ട് നമുക്ക് റിമോട്ടിലി ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് പ്രിൻ്റ് വിടാൻ സാധിക്കും. നമ്മൾ ആ മൊബൈലിനകത്ത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരിക്കണമെന്ന് മാത്രം, ഈ പ്രിൻ്റർ വൈഫൈ കണക്റ്റഡ് ആയിരിക്കണമെന്നും മാത്രം. അപ്പോൾ പ്രിൻ്ററിൻ്റെ അടുത്ത് പോലും നമ്മൾ വരണ്ട, ദൂരെ ഏത് സ്ഥലത്തിരുന്ന് വേണമെങ്കിലും മൊബൈൽ വഴി നമുക്കിതിലേക്ക് പ്രിൻ്റ് വിടാം. പക്ഷേ ആ വരുന്ന പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടി പ്രിൻ്ററിൻ്റെ
പ്രിൻ്റ് എടുക്കുക, പിന്നെ വന്നാൽ മതി. അപ്പോൾ അത്തരത്തിൽ റിമോട്ട്ലി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രിൻ്റർ യൂസ് ചെയ്യാം. ഇതാണ് HP സ്മാർട്ട് എന്ന മൊബൈൽ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇവിടെ ഈ ഒരു മൊബൈൽ ആപ്പ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇത്തരത്തിൽ പ്രിൻ്റ് ചെയ്യാനും ഡോക്യുമെൻറ്റുകൾ പ്രിൻ്റ് ചെയ്യാനും അതുപോലെ ഈ പറഞ്ഞ പോലെ സ്കാൻ ചെയ്യാനും ഫോട്ടോ കോപ്പി എടുക്കുന്നതിനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഡോക്യുമെൻറ്റ് മൊബൈലിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രിൻ്റ് ചെയ്യാൻ ഇവിടെ പ്രിൻ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഏത് ഡോക്യുമെൻറ്റ് പ്രിൻ്റ് ചെയ്യണം എന്നുള്ളത് കാണിച്ചതിന് ശേഷം ഇവിടെ പ്രിൻ്റ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ദൂരെ ഇരിക്കുന്ന പ്രിൻ്ററിൽ റിമോട്ട്ലി പ്രിൻ്റ് എത്തുന്നതാണ്. അതുപോലെ ഈ കാണുന്ന ഈ ഒരു ഭാഗത്താണ് നമുക്കിതിൻ്റെ പേപ്പർ ഫില്ല് ചെയ്യേണ്ടത്. ഈ ഒരു ട്രേ നമുക്കിതുപോലെ ഊരി മാറ്റാം, കവർ ട്രേയിലെ കവർ ഊരി മാറ്റാം. ഇവിടെ നമുക്ക് പേപ്പർ ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തിട്ട് ഈ കവർ ഇതുപോലെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് പ്രിൻ്റ് വരുന്നത് ഈ ഒരു ഏരിയയിലൂടെയാണ്. ഈ ഒരു ഇൻപുട്ട് ട്രേയിൽ നമുക്ക് ഒരേ സമയം 150 വരെ ഷീറ്റ് പേപ്പേഴ്സ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഈ ഒരു പ്രിൻ്ററിനകത്ത് സാധിക്കും. അതുപോലെ ഈ ഔട്ട്പുട്ട് ട്രേയിൽ പ്രിൻ്റ് വന്ന 100ഓളം ഷീറ്റുകൾ ഒരേ സമയം ഈ ഔട്ട്പുട്ട് ട്രേയിൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു പ്രിൻ്റ് ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന HP സ്മാർട്ട് ആപ്പ്. ഈ ഒരു ആപ്പിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്കിൻ്റെ ആ ഒരു ലെവൽ നമുക്ക് അറിയാൻ സാധിക്കും. എത്രത്തോളം ഇങ്കിന് ബാലൻസ് റിമൈനിങ് ആണെന്ന് അറിയാം. ഈ ഒരു പ്രിൻ്ററിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇങ്കിൻ്റെ ഒരു ലെവൽ നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു HP സ്മാർട്ട് ആപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് പ്രിൻ്റ് ചെയ്യാൻ ഇവിടെ പ്രിൻ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടുന്ന ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ടും ഇത്തരത്തിൽ പ്രിൻ്റ് ചെയ്യാം. ഇവിടെ എത്ര കോപ്പീസ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് പ്രിൻ്റ് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രിൻ്റ് കൊടുത്താണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ, അത് പറയാതെ വയ്യ. അത് തന്നെയാണ് ഈ ഒരു പ്രിൻ്ററിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് തോന്നുന്നു. ഇനി ഈ ഒരു പ്രിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോട്ടോ കോപ്പി എടുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന ഡോക്യുമെൻറ്റ് നമുക്കൊന്ന് ഫോട്ടോ കോപ്പി എടുക്കാം. അപ്പോൾ അതിന് ഈ ഒരു മുകളിലെ ട്രേ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഭാഗത്ത് ഞാൻ ഇതുപോലെ വയ്ക്കുന്നു, അടയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ എത്ര കോപ്പി വേണം എന്നുള്ളത് സെറ്റ് ചെയ്യാം. നമ്പർ ഓഫ് കോപ്പീസ് ആഡ് ചെയ്യാൻ ഇപ്പോൾ 2, 3 ഇങ്ങനെ നമുക്ക് ഇത് എത്ര കോപ്പി വേണം സെറ്റ് ചെയ്യാം. കോപ്പിയുടെ എണ്ണം കുറയ്ക്കണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു കോപ്പി മതി. ഇനി ഫോട്ടോ കോപ്പി എടുക്കാനായിട്ട് ഈ ഒരു ഫസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഓർക്കുക, ഈ സെൻറ്ററിലെ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ കോൺട്രാസ്റ്റ്, പ്രിൻറ്റ് വരുന്നതിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റ് കൂട്ടാം. ഇനി ഫോട്ടോ കോപ്പി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഫോട്ടോ കോപ്പി എടുക്കും. ഓർക്കുക, അങ്ങനെ നമ്മൾ ഒരു വർക്ക് പ്രോഗ്രസ് നടത്തുമ്പോൾ ഇവിടെ ഈ ബട്ടൺ ഇതുപോലെ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ആ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഫോട്ടോ കോപ്പി കിട്ടി. നോക്കി, വളരെ ഷാർപ്പായിട്ട് ഉള്ള ഒരു കോപ്പി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇതിൻ്റെ കോപ്പി എടുക്കുന്ന ആ ഒരു രീതി ഈ തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു ഡോക്യുമെൻറ്റ് ജസ്റ്റ് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്യുന്നതിന് ഇതുപോലെ നേരത്തെ നമ്മൾ ഫോട്ടോ കോപ്പി എടുക്കുന്ന പോലെ വെച്ചിട്ട് ഈ ഒരു HP സ്മാർട്ട് ആപ്പ് സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഇവിടെ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ സ്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് സ്കാനായി വരുന്നത് കാണാം. കണ്ടേ, ഇവിടെ ഇപ്പോൾ അത് സ്കാനായി വന്നിട്ടുണ്ട്. സേവ് കൊടുത്ത് എനിക്കിത് സിസ്റ്റത്തിലേക്ക് ഇനി സേവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ സ്കാൻ ചെയ്തെടുത്ത ആ ഒരു ഡോക്യുമെൻറ്റ്. ഇതാണ് ഈ ഒരു പ്രിൻ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് വെറും 1 മിനിറ്റിൽ 22 പേജുകളാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുക. അത്രയും ഫാസ്റ്റാണ്. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് 22 പേജ്. ഇപ്പോൾ നമ്മൾ ഒരു 50 പേജൊക്കെ പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മിനിറ്റിൽ 22 പേജ് എന്ന കണക്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു പ്രിൻ്ററിനകത്ത് പ്രിൻറ്റിങ് സാധ്യമാണ്. ഈ ഒരു പ്രിൻ്ററിൻ്റെ ഇമേജിംഗ് ഡ്രമ്മിൻ്റെ ഒരു ലൈഫ് HP പറയുന്നത് 50,000 പേജ് പ്രിൻ്റ് എടുക്കുന്നത് വരെ ഇതിൻ്റെ ഒരു ലൈഫ് ഉണ്ടാകും എന്നാണ്. ഒരു നല്ല ഹൈ ക്വാളിറ്റി പ്രിൻ്റ് തന്നെയാണ് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നത്. ഞാൻ ഇതിനകത്ത് പ്രിൻ്റ് എടുത്ത് നോക്കി, നല്ല ക്വാളിറ്റി നമുക്ക് ആ ഓരോ പ്രിൻ്റിലും ലഭിക്കുന്നുണ്ട്. ചില പ്രിൻ്ററൊക്കെ വാങ്ങുമ്പോൾ പ്രിൻ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ എന്തോ കറക്റ്റായിട്ട് പ്രിൻ്റ് പലപ്പോഴും വരില്ല, ചെറിയ വൈറ്റ് ഡോട്ടൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല ക്വാളിറ്റിയിൽ തന്നെ നല്ല കോൺട്രാസ്റ്റിൽ തന്നെ നമുക്ക് ഇതിനകത്ത് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പ്രിൻ്ററൊക്കെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ പലരുടെയും ഒരു സംശയം, ഇത് ഒരുപാട് കറണ്ടൊക്കെ ഉപയോഗിക്കുമോ, നമുക്ക് വലിയ ഒരു വൈദ്യുത ബില്ല് വരുമോ എന്നൊരു സംശയം പലർക്കും വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വായിച്ചു നോക്കി. വെറും 390 വാട്ടാണ് ഈ ഒരു പ്രിൻ്റർ ഉപയോഗിക്കുന്നതിന് ആകുന്നത്. അപ്പോൾ ഒരുപാട് വൈദ്യുതിയൊന്നും ചിലവാകുന്ന ഒരു പ്രിൻ്ററുമല്ല എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ ഇത് ആർക്കാണ് സ്യൂട്ടാണെന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മളൊരു പ്രിൻ്റ് ഇപ്പോൾ ഒരു ഇമെയിലിലേക്ക് അല്ലെങ്കിൽ ഒരു വാട്സപ്പിലോ ഒരു ഡോക്യുമെൻ്റ് അയച്ചു കൊടുത്തിട്ട് ഒരു പുറത്തൊരു ഷോപ്പിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കുന്നത് 10 രൂപ മിനിമം ചിലവാകും അല്ലേ. പക്ഷേ അത്തരത്തിൽ ഒരുപാട് പ്രിൻ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ പ്രിൻ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ ഒരു കണക്ക് നോക്കി, അതായത് ടോണറിൻ്റെ ചിലവ് വെച്ച് നോക്കുമ്പോൾ ഒരു പേജിന് 29 പൈസ മാത്രമേ ചിലവാകുന്നുള്ളൂ. ഇനി പേപ്പറിൻ്റെ ചിലവ് കൂടി നോക്കുക, പേപ്പറിൻ്റെ ചിലവ് കൂടെ നോക്കണമല്ലോ. പേപ്പറിൻ്റെ ചിലവ് കൂടി നോക്കിയാൽ പോലും മാക്സിമം ഒരു പേജ് പ്രിൻ്റ് എടുക്കുന്നതിന് ഏകദേശം 50 പൈസ മാത്രമേ ഇതിനകത്ത് ചിലവ് വരുന്നു. അപ്പോൾ ആർക്കാണ് ഈ ഒരു പ്രിൻ്റർ സ്യൂട്ട് ആവുക എന്ന് ചോദിച്ചു
വെച്ച് കഴിഞ്ഞാൽ സ്മോൾ മീഡിയം ബിസിനസ്സുകൾ, അതുപോലെ ഹോം ഓഫീസുകൾ, അതുപോലെ പ്രൊഫഷണലുകൾ തുടങ്ങിയവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രിൻ്റർ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് വൈഫൈ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ആ ഓഫീസിൽ ഇപ്പോൾ ഒരു 10 കമ്പ്യൂട്ടർ ഉണ്ടെന്നിരിക്കട്ടെ, ആ 10 കമ്പ്യൂട്ടറിലും ഇതിൻ്റെ HP സ്മാർട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നാൽ മതി. അപ്പോൾ അതൊന്നും പരസ്പരം കണക്ട് ചെയ്യേണ്ട, വയേർഡായിട്ട് കണക്ട് ചെയ്യാതെ നമുക്ക് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നാൽ ആ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കമ്പ്യൂട്ടറിൽ നിന്നും ഇതിലേക്ക് പ്രിൻ്റ് വിടാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകത. ഈവൻ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് പോലും പ്രിൻ്റ് വിടാമെന്നുള്ളതും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണെന്ന് എടുത്തു പറയട്ടെ. അടുത്തതായിട്ട് ഈ ഒരു പ്രിൻ്ററിൻ്റെ പ്രൈസിംഗ് ആണ്. ഞാൻ ഈ ഒരു പ്രിൻ്റർ ഓൺലൈൻ ആമസോൺ വഴിയാണ് വാങ്ങിയത്. ആമസോണിൽ നിന്ന് നമുക്കിത് വാങ്ങാം. ഇത് വാങ്ങുന്നുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കാം. 23,695 രൂപയാണ് ഈ ഒരു പ്രിൻ്ററിൻ്റെ വില. അത് ഈ ഒരു പ്രിൻ്ററിൻ്റെ യൂസ് കേസ് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്, മികച്ചൊരു ബ്രാൻഡാണ്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രിൻ്റർ സെലക്ട് ചെയ്തത്. മാത്രമല്ല വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഈ ഒരു പ്രിൻ്റർ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കാനും പറ്റുന്നത് കൊണ്ടാണ് ആ ഒരു പ്രൈസിന് ഇത് വാങ്ങിയത്. അതുപോലെ ഇതിൻ്റെ ടോണറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. 2 ടൈപ്പ് ടോണർ ഉണ്ടെന്ന് പറഞ്ഞു. 2500 പേജ് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്ന ടോണർ, അതിൻ്റെ വിലയെന്ന് പറയുന്നത് 887 രൂപയും 5000 പേജ് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്ന ടോണറിൻ്റെ വിലയെന്ന് പറയുന്നത് 1464 രൂപയുമാണ്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് വാങ്ങുമ്പോൾ ഈ പറഞ്ഞ 1464 രൂപയുടെ ടോണർ ആൾറെഡി ഇതിനകത്ത് ഫില്ലാണ്. ഇനിയിപ്പോൾ ഈ ഒരു ടോണർ കഴിയുമ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് ഓൺലൈനിൽ തന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ 2500 വേണോ അല്ലെങ്കിൽ 5000 പേജിൻ്റെ വേണോ എന്ന് വെച്ച് തീരുമാനിച്ചിട്ട് ആ ടോണർ വാങ്ങി, പൊടിയാണ് അത്, ഈസി ആയിട്ട് ഇതിനകത്ത് 15 സെക്കൻഡ് കൊണ്ട് റീഫിൽ ചെയ്യാമെന്നാണ് HP പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഇത്രയും ഈ ഒരു പ്രിൻ്ററിനെ കുറിച്ച് പറയാനുള്ളത്. എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്താം. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റിന് വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.